ഹലോ എല്ലാവർക്കും ലിംസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഉണക്ക ചെമ്മീൻ ചമ്മന്തി പൊടിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം ചെമ്മീനൊക്കെ വൃത്തിയാക്കി എടുക്കണം. നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നത് തലയും വാലുമൊക്കെയുള്ള ഉണക്ക ചെമ്മീനായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നല്ല രീതിയിൽ കഴുകി ഉണക്കിയതിന് ശേഷം നമുക്ക് ഈ പൊടി ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ നല്ലപോലെ കഴുകി ഉണക്കി വെച്ചിട്ടുള്ള ഉണക്ക ചെമ്മീനാണിത്. ഇനി നമുക്കിത് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനായി യൂസ് ചെയ്യാം. ആദ്യം ഉണക്ക ചെമ്മീൻ നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കരിയാൻ പാടില്ല. ലോ ഫ്ലെയിമിലിട്ട് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്യാം. ഇതുണ്ടല്ലേ, ചെമ്മീനൊക്കെ നല്ല രീതിയിൽ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കൈ കൊണ്ട് പൊട്ടിക്കുമ്പോൾ അതൊന്ന് പൊടിഞ്ഞ് വരണം. അതാണ് അതിൻ്റെ കറക്റ്റ് അളവ്. അതിനുശേഷം വറ്റൽ മുളകൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മുളക് റോസ്റ്റായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് തേങ്ങ ഫ്രൈ ചെയ്തെടുക്കാം. തേങ്ങയോടൊപ്പം നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 10-12 എണ്ണം ആഡ് ചെയ്താൽ മതിയാകും. ഇതിലോട്ട് കുറച്ച് ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് കുറച്ച് വാളംപുളിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മതിയാവും. അത് കഴിഞ്ഞ് ഇതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം റോസ്റ്റ് ചെയ്യാൻ. കരിഞ്ഞു പോകരുത്. ഒരു ബ്രൗൺ കളർ വരുന്ന വരയ്ക്കും നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്യാം. തേങ്ങയൊക്കെ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അടുത്തായിട്ട് നമുക്കിത് മിക്സിയിലോട്ട് ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇത് കണ്ടില്ലേ, ചെമ്മീൻ ഇതുപോലെ കൈ കൊണ്ട് പൊട്ടിക്കുമ്പോൾ അത് പൊടിഞ്ഞ് വരണം. അതാണ് അതിൻ്റെ കറക്റ്റ് അളവ്. ഇനി ഇതെല്ലാം നമുക്ക് മിക്സി ജാറിലോട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളം ചേർത്താൽ ചമ്മന്തിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ ഉണ്ടാക്കുന്നത് ചമ്മന്തി പൊടിയാണല്ലോ, അപ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്ക് പൊടിച്ചെടുക്കാം. നല്ല പോലെ പൊടിയേണ്ട ആവശ്യമില്ല. ഒരു തരിതരിപ്പോടെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇതാണൊക്കെ ചെമ്മീൻ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. ചോറിനൊപ്പം കഴിക്കാൻ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചമ്മന്തിപ്പൊടിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.